രവി മോഹന്റെ വിവാഹമോചന കേസ് കഴിഞ്ഞ 2 വർഷത്തോളമായി കോടതിയിൽ നീണ്ടുപോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് രവി മോഹന്റെ ഭാര്യ ആരതി രവി ഇപ്പോൾ കോടതിയിൽ ഒരു പുതിയ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. 2025 ഏപ്രിൽ മാസം മുതൽ രവി മോഹന്റെ ഭാഗത്തുനിന്ന് തനിക്കും കുട്ടികൾക്കും യാതൊരുവിധ ജീവനാംശവും ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ കോടതി ഇടപെട്ട് ഈ പ്രശ്നത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നും ആരതി തന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഹർജി പരിഗണിച്ച ചെന്നൈ ഹൈക്കോടതി കുടുംബ കോടതിക്ക് വളരെ കർശനമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വെറും 2 ആഴ്ചക്കുള്ളിൽ ഈ കേസ് പൂർണ്ണമായും പഠിച്ച് ഇതിന്മേൽ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം വന്നതിന് പിന്നാലെ നടൻ രവി മോഹനും കോടതിയിൽ മറ്റൊരു ഹർജി നൽകി. ഈ കേസ് ഇത്ര പെട്ടെന്ന്, അതായത് 2 ആഴ്ചക്കുള്ളിൽ തീർപ്പാക്കരുതെന്നും കേസിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിച്ച് ശരിയായ നീതി നടപ്പിലാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നായിരുന്നു രവി മോഹന്റെ ആവശ്യം. പക്ഷേ രവി മോഹന്റെ ഈ ഹർജി കോടതി പാടെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ഈ കേസിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ വ്യക്തിജീവിതത്തിൽ നേരിടുന്ന കടുത്ത മാനസിക വിഷമങ്ങളെക്കുറിച്ച് രവി മോഹൻ പറഞ്ഞിരുന്നു. തന്റെ ഭാര്യയും അവരുടെ കുടുംബവും തന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, തന്റെ മകനെ തന്നിൽ നിന്ന് അവർ അകറ്റിയെന്നും സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് പോലും കൈകാര്യം ചെയ്യാൻ അവർ തന്നെ അനുവദിക്കുന്നില്ലെന്നും രവി മോഹൻ പറഞ്ഞു. ഈ കടുത്ത മാനസിക സമ്മർദ്ദം കാരണം താൻ സ്വയം ഉപദ്രവിക്കാൻ വരെ തുടങ്ങി. ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇനി കുറച്ചു കാലത്തേക്ക് സിനിമകളിൽ അഭിനയിക്കില്ലെന്നും തന്റെ സിനിമകൾ ഇപ്പോൾ റിലീസ് ചെയ്യില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന രവി മോഹന്റെ ഈ പ്രശ്നങ്ങൾക്ക് അടുത്ത 2 ആഴ്ചക്കുള്ളിൽ കോടതിയുടെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ കേസ് പെട്ടെന്ന് തീരുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം വേഗത്തിൽ അവസാനിക്കുമെന്ന് തോന്നുന്നു.